മറ്റു വാർത്തയിലേക്ക് MDMA കച്ചവടത്തിന് പിടിയിലായ 3 അധ്യാപികമാർക്കൊപ്പമുള്ള കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീളുന്നു. ആദ്യം 1, പിന്നീട് 2, അവസാനം ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം 3ാമത്തെ അധ്യാപികയും അറസ്റ്റിലായതോടുകൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പങ്കാളിത്തം ഇവർ കൂട്ടുകച്ചവടം നടത്തിയിരുന്നവരാണ് എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നത്. ഇരിട്ടി സ്വദേശി ജിജിൻ കുര്യാക്കോസിനെയാണ് ഏറ്റവും ഒടുവിൽ ഈ വിഷയത്തിൽ അറസ്റ്റ് ചെയ്തത്. 1 കോടിയോളം രൂപയുടെ ബാങ്ക് അക്കൗണ്ട് വഴിയുള്ള പണമിടപാട് MDMAയുമായി ബന്ധപ്പെട്ട് ഇയാൾ നടത്തി ഈ അധ്യാപികമാരുമായി എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഡെലിവറി ബോയായി ജോലി ചെയ്ത് വരുന്നതിനിടയ്ക്കാണ് ഇത്തരം ചില പണികളിൽ കൂടി ഇയാൾ ഏർപ്പെട്ടത് എന്നാണ് ഇപ്പോൾ പോലീസിന് വ്യക്തമായിരിക്കുന്നത്. അറസ്റ്റിലായ യുവതികളുമായി ഇയാൾക്ക് ഈ പറഞ്ഞ കോടിക്കണക്കിന് രൂപയുടെ പണമിടപാടുകളുണ്ട്. MS അനീഷ് കുമാർ ചേരുകയാണ്. അനീഷ്, ഇതിൻ്റെ ഒരു എക്സ്റ്റെൻഡ് എത്ര വലുതാണ് എന്നാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്? പിടിയിലാവുന്നത് BRCയുമായി ബന്ധപ്പെട്ട അധ്യാപികമാർ, ഡെലിവറി ബോയ്, ഇവർ തമ്മിലുള്ള ബന്ധം, ഒരുപക്ഷെ ഇവർ മയക്കുമരുന്നിന് കാരിയേഴ്സായി ഉപയോഗിക്കാൻ സാധ്യതയുള്ള വിദ്യാർത്ഥികൾ, അങ്ങനെ പല തലങ്ങളിലാണ് ഈ വിഷയം. അനസ്യൂതം ഇവരുടെ പ്രവർത്തനം ഇത്രയും വർഷം നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ സംസ്ഥാനത്ത് വ്യാപിക്കുകയായിരുന്നു. ഇപ്പോൾ കൂടുതൽ കണ്ടെത്തലുകളാണ് പോലീസ് നടത്തുന്നത്. തീർച്ചയായും നമ്മൾ ഈ ഞെട്ടിക്കൽ എന്ന വാക്ക് കൃത്യമായി അന്വർത്ഥമാക്കുന്ന രീതിയിലുള്ള വിവരങ്ങളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം വടകരയിൽ ഒരു യുവാവിനെ അറസ്റ്റ് ചെയ്യുന്നു. അത് കേവലം 2 ഗ്രാം MDMAയുമായാണ് അയാളെ അറസ്റ്റ് ചെയ്യുന്നത്. ആ അറസ്റ്റാണ് പിന്നീട് വലിയ ഒരു ശൃംഖലയിലേക്ക് വെളിച്ചം വീശുന്ന രീതിയിൽ ആ കേസിനെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് കീർത്തന എന്ന അധ്യാപിക ആദ്യം കസ്റ്റഡിയിലാവുന്നത്. കീർത്തനയിൽ നിന്നുള്ള വിവരങ്ങളനുസരിച്ച് കാവ്യ കസ്റ്റഡിയിലാവുന്നു. പിന്നെ നേഷ്മ എന്ന അധ്യാപികയും കസ്റ്റഡിയിലാവുന്നു. നമുക്കറിയാം ഈ 3 അധ്യാപികമാരും തമ്മിൽ ഏറെ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു എന്ന് BRCയിലെ തന്നെ സഹപ്രവർത്തകരായ ആളുകൾ നമ്മളോടക്കം പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. 3 പേരും ഈ വിവാഹ ബന്ധത്തിൽ ചില ഉലച്ചിലുകൾ ഉള്ളതുകൊണ്ട് തന്നെ സമാന സ്വഭാവക്കാരായ അല്ലെങ്കിൽ സമാന മനസ്കരായ ആളുകൾ എന്ന രീതിയിൽ പരസ്പരം അടുത്തിടപഴകിയെന്നാണ് തങ്ങൾ കരുതിയെന്ന് പറയുന്നു. ഒപ്പം ഈ 3 പേരുടെയും ജീവിതശൈലിയിൽ കഴിഞ്ഞ ഒരു വർഷത്തിൽ താഴെയായി വലിയ മാറ്റം ഉണ്ടാകുന്നു. ആഡംബര രീതിയിലുള്ള ജീവിതത്തിലേക്ക് മാറുന്നു. കേവലം 12,000 രൂപയാണ് ഇവർക്ക് BRCയിൽ നിന്നും ശമ്പളം ലഭിച്ചിരുന്നതെങ്കിലും അതിനേക്കാളൊക്കെ വലിയ വരുമാനം ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് ഒഴുകിയെത്തുന്നു. ഇങ്ങനെയുള്ള വളരെ അസ്വാഭാവികമായ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ 3 അധ്യാപികമാരുടെ അറസ്റ്റിന് പിന്നാലെയാണ് ജിജിൻ കുര്യാക്കോസ് എന്ന ഇരിട്ടി സ്വദേശിയിലേക്ക് അന്വേഷണം എത്തി നിൽക്കുകയും ഈ ജിജിന്റെ അക്കൗണ്ടിൽ മാത്രം 1 കോടിയിൽ അധികം രൂപയുടെ ഒരു ഇടപാടുകൾ നടന്നു എന്ന് കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നു. ഈ മയക്കുമരുന്ന് കൃത്യമായ ഇടങ്ങളിൽ എത്തിച്ചിരുന്നത് ഇയാളാണ് എന്ന് ഏതാണ്ട് പോലീസിന് ധാരണയായിട്ടുണ്ട്. ഒരുപക്ഷെ അവിടെ നിന്നും കൂടുതൽ ഇടങ്ങളിലേക്ക് അന്വേഷണം നീങ്ങുന്നു എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇയാളോട് വാങ്ങിയ ഇടപാടുകാർ അല്ലെങ്കിൽ ഇയാളുടെ അക്കൗണ്ടിലേക്ക് വൻതോതിൽ പണം നിക്ഷേപിച്ചിരുന്ന ആളുകൾ എന്നിവരെയൊക്കെ കേന്ദ്രീകരിച്ച് അന്വേഷണം മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഒപ്പം ഈ വനിതകളായ അധ്യാപികമാർ ഡെലിവറി അല്ലെങ്കിൽ ഈ എവിടെ നിന്നും ഈ സാധന സാമഗ്രി കിട്ടും എന്നതിനപ്പുറം പണം സമാഹരിച്ചതിനപ്പുറം ഇവരും ഈ മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നു എന്ന ഒരു വിവരമാണ് പോലീസിൽ നിന്നും. അങ്ങനെ ചില വിവരങ്ങളുണ്ട്. ഈ അധ്യാപികമാരൊക്കെ ഇവരോട് സഹകരിച്ചിരുന്നവരൊക്കെ പറയുന്നത് പലപ്പോഴും മയക്കത്തിലൊക്കെ ആയിരുന്നു. ഇവർ ഉച്ചയ്ക്ക് ശേഷം മയങ്ങുന്ന രീതികളാണ്. ഇവരുടെ പെരുമാറ്റത്തിലൊക്കെ അസ്വാഭാവികതയുണ്ട്. ഒപ്പം ഇവർ ആഡംബര ജീവിതം നയിച്ചിരുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇതൊക്കെ ഇതിനോട് ചേർത്ത് വെക്കാവുന്നതാണ്. അപ്പോൾ അനീഷ്, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അറസ്റ്റിലായ ജിതിൻ എന്ന ആൾ, ഇപ്പോൾ ജിതിനാണല്ലോ അറസ്റ്റിലായിരിക്കുന്നത്. ജിജിൻ കുര്യാക്കോസ് ആണല്ലോ ഏറ്റവും കൂടുതൽ അറസ്റ്റിലായിരിക്കുന്നത്. അപ്പം ഈ 3 അധ്യാപികമാരും ഇതിൻ്റെ ഭാഗമാണ്. പക്ഷേ ഇവർക്ക് ഈ മയക്കുമരുന്ന് സപ്ലൈ ചെയ്ത ആളുകൾ ഈ 1 കോടി രൂപയുടെ ഇടപാട് എന്ന് പറയുമ്പോൾ അതിൻ്റെ വരവ് എവിടെ നിന്നാണ്, ആരാണ് ഇവർക്ക് സപ്ലൈ ചെയ്തത്, അങ്ങനെ നിരവധി കാര്യങ്ങളെക്കുറിച്ച് വ്യാപകമായ അന്വേഷണം നടത്തേണ്ടി വരും. ഇതിൻ്റെ കേന്ദ്രമെന്ന ഒരു ഏജൻസി ഉണ്ടാകും സ്വാഭാവികമായി. ഇവർക്ക് എവിടെ നിന്നൊക്കെ ലഭിക്കുന്നു എന്നുള്ളത്, ഒപ്പം ഇവരെങ്ങനെ വിതരണം ചെയ്യുന്നു, ആർക്കൊക്കെ വിതരണം ചെയ്തു, ആരൊക്കെയാണ് ഇവരുടെ ഇരകൾ, അങ്ങനെ സമഗ്രമായി തന്നെ ഈ വിഷയത്തെ സമീപിക്കേണ്ടി വരുമല്ലോ. തീർച്ചയായും അത്തരത്തിൽ അന്വേഷണം നീങ്ങുന്നു എന്നാണ് നമ്മൾ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം വെറും 12,000 രൂപ ശമ്പളമുള്ള അധ്യാപികമാരുടെ അക്കൗണ്ടിൽ ഓരോ മാസവും ലക്ഷങ്ങളുടെ ഒരു ഇടപാടുകൾ നടക്കുന്നു എന്നത് അങ്ങേയറ്റം അവിശ്വസനീയമായ ഒരു കാര്യമായി തന്നെ തുടരുകയാണ്. 1 വർഷം മുമ്പ് വരെ തികച്ചും സാധാരണക്കാരായ രീതിയിൽ കേവലം അധ്യാപികമാരായി മാത്രം ജീവിച്ചിരുന്ന ആളുകളാണ്. അവരുടെ ജീവിതശൈലിയിൽ പെട്ടെന്ന് മാറ്റം വരുന്നു. ആഡംബര കാർ വാങ്ങുന്നു, വസ്ത്രധാരണ
ആ ശൈലിയിൽ മാറ്റം വരുന്നു. ഒപ്പം വളരെ കാര്യക്ഷമമായി ക്ലാസ് എടുത്ത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ടവരായിരുന്ന അധ്യാപകന്മാർ പെട്ടെന്ന് അവരുടെ ആ ശൈലി മാറ്റുമ്പോൾ അല്ലെങ്കിൽ ഈ അധ്യയന കാര്യങ്ങളിൽ തീരെ താല്പര്യമില്ലാതെ വരുന്നു. ക്ലാസ് എടുക്കാതെ മാറി പലപ്പോഴും ഒരു മുറിയിലിരിക്കുന്ന അവസ്ഥയിലേക്ക്, ക്ലാസ്സിനിടെ ഉറക്കം തൂങ്ങുന്ന അവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങുമ്പോൾ അതിൽ എന്തൊക്കെയോ അസ്വാഭാവികത ഈ ബന്ധുക്കൾക്ക് അല്ലെങ്കിൽ ഈ കുട്ടികളുടെ രക്ഷാകർത്താക്കൾക്ക് തന്നെ തോന്നി തുടങ്ങിയിരുന്നു എന്നാണ് അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കാവ്യക്കെതിരേക്ക് അത്തരത്തിൽ ഈ രക്ഷാകർത്താക്കൾ BRCയിൽ പരാതി പോലും നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്യുന്നു. അതായത് തനിക്കൊരു അപകടത്തിൽ പരിക്കുപറ്റി ചികിത്സയിൽ കഴിയുമ്പോൾ പൊതുവായി പിരിവെടുത്ത് ആണ് ഈ കാവ്യ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് വാങ്ങി വീട്ടിലേക്ക് പോലും പോകുന്നത്. അത്തരത്തിൽ പോലും സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന ഒരാളാണ് പിന്നീട് വലിയ രീതിയിലേക്ക് അവരുടെ ജീവിതശൈലി മാറ്റുന്നത്, ആഡംബര ജീവിതത്തിലേക്ക് മാറ്റുന്നത്. ഒപ്പം ഈ അധ്യാപനം എന്നതിനപ്പുറം ഈ ബൺമസ്ക പോലുള്ള ചില തട്ടിക്കൂട്ട് സെറ്റപ്പുകൾ തുടങ്ങുന്നു. അവിടേക്ക് യുവാക്കളൊക്കെ വലിയ തോതിൽ ഒഴുകിയെത്തുന്നു. അർദ്ധരാത്രിയിലൊക്കെ ഇവരുടെ ഈ സ്ഥാപനത്തിലേക്ക് ആളുകൾ എത്തി മടങ്ങുന്നു. അതായത് ഇതൊക്കെ ഒരുപക്ഷെ ഈ മയക്കുമരുന്നിന്റെ ഇടപാടുമായി ബന്ധപ്പെട്ടെത്തിയ ആളുകൾ ആവണം എന്നാണ് നമുക്ക് കരുതുന്നത്. ഒപ്പം കീർത്തന എന്നവർ ഈ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറാണ്, കായിക പരിശീലകയായ സ്ത്രീയാണ്. അവർ ഈ സൂംബ പരിശീലനം എന്ന രീതിയിൽ ഒരു സൂംബ പരിശീലന കേന്ദ്രം നടത്തുന്നു. അവിടെ മദ്യവും മയക്കുമരുന്നൊക്കെ വല്ലാതെ ഉപയോഗിക്കുന്നു കണ്ടെത്തിയതിനെ തുടർന്ന് കെട്ടിടം തന്നെ ഒഴിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. അങ്ങനെ അക്ഷരാർത്ഥത്തിൽ ഇവരുടെ ഒരു ജീവിത ശൈലി കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ ഇതിന് ചേരുന്നതാണ്. അതുകൊണ്ട് കൃത്യമായും ഈ മയക്കുമരുന്നിന്റെ ഉറവിടത്തിലേക്ക് പോകേണ്ടതുണ്ട്. ആരാണ് ഈ ശൃംഖലയെ നിയന്ത്രിക്കുന്ന ആൾ, ഏത് ഉറവിടങ്ങൾ വഴിയാണ് ഇതെത്തുന്നത്, എവിടേക്കൊക്കെയാണ് ഇത് എത്തിയിരുന്നത്, വിദ്യാർത്ഥികൾ ഇതിന്റെ ഭാഗമായിരുന്നു, കാരിയർമാരായോ അല്ലെങ്കിൽ ഉപയോക്താക്കളായോ വിദ്യാർത്ഥികൾ മാറിയിരുന്നോ എന്നടക്കമുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ സമഗ്രമായ അന്വേഷണം വേണം. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് വടകരയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട ഉത്തരമേഖല IG-യും ഒപ്പം വടകര റൂറൽ SP-യും ഈ കോഴിക്കോട് റൂറൽ പോലീസിന്റെ മേധാവിയും മാധ്യമങ്ങളെ കാണുന്നുണ്ട്. എന്തായാലും ഈ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ അവരൊരു പക്ഷേ ഈ വാർത്താ തീർച്ചയായും സമഗ്രമായ അന്വേഷണം ഈ വിഷയത്തിൽ വേണ്ടിവരും. ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് 3 BRCയിൽ ജോലി ചെയ്തിരുന്ന 3 താൽക്കാലിക അധ്യാപകരും ഒപ്പം ഒരു ഡെലിവറി ബോയുമാണ്. ഇവരൊക്കെ സമഗ്രമായി ഈ വിഷയത്തിൽ ഇടപെട്ട ആളുകളാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. നിരവധി സ്ഥാപനങ്ങളിലൂടെയൊക്കെയാണ് ഇവർ ഇത്തരത്തിൽ മയക്കുമരുന്ന് വിതരണം നടത്തിയിരുന്നത്. നേരത്തെ ഈ ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ടൊരു കണ്ടെത്തലുണ്ടായിരുന്നു. ഈ ഡെലിവറി ബോയ്കൾ പല സ്ഥലങ്ങളിലും മയക്കുമരുന്ന് എത്തിക്കുന്നുണ്ട് എന്നുള്ളത്. ഒരുപക്ഷെ അതിനോടൊക്കെ ഇത് ചേർത്ത് വെക്കുകയും വേണം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.